അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന സ്പ്രിംഗ് ചിക്കനാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പൊടിയായി അരിഞ്ഞ സവാള, പിന്നെ 1/2 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഈ ചിക്കനിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാലകൾ നന്നായി കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം 3 ടേബിൾ സ്പൂണ് ചെറുതായി അരിഞ്ഞ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് കുഴക്കാം. അപ്പം മസാലകളൊക്കെ ഇതിൽ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലകളൊക്കെ നന്നായി പിടിപ്പിച്ച ഈ ഒരു ചിക്കന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിന് മുമ്പ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്യാണ്ട്, അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ മുമ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലകളൊക്കെ നന്നായി ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സ്പ്രിംഗ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട്. ചിക്കൻ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ ഫ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ഇത് ചെറിയ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. സ്പ്രിംഗ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും ഇത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.